Okay. അങ്ങനെ വന്ന് സ്കൂളിൽ പോയപ്പോഴേക്കും അല്ലെ ക്രൈസ് 5ാം ക്ലാസ്സിലായപ്പോഴേക്കും സ്കൂളിൽ കിട്ടും, ക്ലാസ് ലീഡറായി. ഓക്കെ. 5ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പോഴാണല്ലോ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത്. ഓക്കെ. അവിടെ ക്ലാസ് ലീഡറായി. പിന്നെ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സ്കൂൾ ലീഡറായി. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് 7ാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ലീഡർ ആയപ്പോ 3 വോട്ടിന് തോറ്റിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ട്രിവാൻഡ്രം മേയർ വി രാജേഷ് സാറാണ്. വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. തലസ്ഥാന നഗരത്തിന്റെ മേയറായിട്ടിരിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? തിരുവനന്തപുരത്തിന് ഒരുപാട് സാധ്യത. ഈ സാധ്യതകൾ മുഴുവനും ഇങ്ങനെ പ്രയോജനപ്പെടുത്തും. അത് നാടിനും ജനങ്ങൾക്കും പറയുമ്പോൾ ഇതിലെല്ലാം ഉണ്ട്. ഇതിനുള്ള ഒരു കഠിന പരിശ്രമം. അപ്പം ഒരിക്കലും മറക്കാനാകാത്ത ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ട് ഈ ഒരു പൊതുപ്രവർത്തനത്തിൽ? ആരെങ്കിലും നമ്മളുടെ അടുത്ത് കൊണ്ട് നമ്മളിപ്പോ ഒരു ഹെൽപ്പ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഓർത്തെടുക്കാൻ പറ്റിയ? ഒരുപാട് അവസരങ്ങളുണ്ട്. പല ആൾക്കാർക്കും നമുക്ക് ചെറിയ സഹായങ്ങൾ, നമുക്ക് ചെറിയ സഹായമെന്ന് തോന്നും, പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെൽപ്പായിരിക്കും. അപ്പൊ അത് വന്ന് നന്ദി പറയുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നി. അത് ഇവരൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം. കേരളത്തിലെ യുവാക്കളൊക്കെ തൊഴിലവസരങ്ങളൊക്കെ തേടുന്നുണ്ട്. സോ ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ്? തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഇന്ത്യയിൽ ഉള്ള ഒരു പ്രദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെ കൃത്യമായിട്ട് നമ്മളതിനെ പ്രയോജനപ്പെടുത്താൻ തയ്യാറാകണം. ഓക്കെ. ഞാനൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോ എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി താങ്കളുടെ അഭിപ്രായം? ഞങ്ങളൊക്കെ പഠിക്കുന്നത് ലോകത്തിന് നേതൃത്വം നൽകുവാൻ ഭാരതത്തിന് സാധിക്കുന്ന ഒരു ദിനം വരണമെന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ പഠിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ രാജ്യത്ത്, അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇപ്പൊ ഇത്രയും നല്ല തിരക്കാന്ന് അറിയാം. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിർത്താണ്ട് ഫോൺ കോൾ വരുന്നൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് ഇപ്പോഴും സമയം കിട്ടാറുണ്ടോ? അത് വിഷമം തോന്നാറുണ്ടോ? അല്ല, ടീം അവരൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. അങ്ങനെയല്ലേ പറ്റുള്ളൂ. നമ്മുടെ സമയം പോലെ നമുക്ക് അങ്ങനെയൊന്നും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കിട്ടുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ബാക്കി ഇപ്പൊ അവരുൾപ്പെടെ സമൂഹത്തിന് വേണ്ടി പരമാവധി സമയം ചെലവഴിക്കുക എന്നുള്ള മാനസികാവസ്ഥയിലായിട്ടുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെ ആയാലും മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. താങ്ക് യു.